ഇന്ത്യയ്ക്ക് നേരെ ആണവായുധ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആണവായുധ വിഷയങ്ങളിൽ അധികാരമുള്ള കമാൻഡ് അതോറിറ്റിയുടെ യോഗം വിളിച്ചു. ദിവസങ്ങളായി കശ്മീരിലേക്കും അതിർത്തി സംസ്ഥാനങ്ങളിലേക്കും ആക്രമണം നടത്തുന്നതിന് പിന്നാലെയാണ് ഇന്ത്യയ്ക്കു നേരെ ആണവായുധ ഭീഷണിയും മുഴക്കുന്നത്. രാജ്യത്തിനെതിരെ ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള പൂർണ്ണ ശക്തിയും ഉപയോഗിക്കുമെന്ന് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലി ഭീഷണി മുഴക്കിയിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി അതിർത്തിയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തുകയാണ്. അതിനിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാക് സൈനിക മേധാവിയുമായി സംസാരിച്ചു. ആണവായുധ അധികാര സമിതിയുടെ യോഗം പാകിസ്ഥാൻ വിളിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയുടെ നീക്കം. പാക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ആണവായുധങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സമിതിയുടെ യോഗം. അതേസമയം ഇരു രാജ്യങ്ങളും സംഘർഷത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് G7 രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇന്ത്യ പാക് സംഘർഷം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് G7 രാജ്യങ്ങൾ രംഗത്ത് വരികയായിരുന്നു. പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ഏപ്രിൽ 22-ന് ജമ്മു കശ്മീരിലെ പെഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ G7 രാജ്യങ്ങൾ അപലപിച്ചു. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ കരുത്തരുടെ സഖ്യമാണ് G7. പെഹൽഗാമിൽ ഏപ്രിൽ 22-ന് നടന്ന ഭീകരവാദി ആക്രമണത്തെ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും യൂറോപ്യൻ യൂണിയന്റെ ഉയർന്ന പ്രതിനിധികളും ശക്തമായി അപലപിച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷങ്ങളിൽ നിന്ന് പരമാവധി അയയണം. ഇനിയും സൈനിക നീക്കം തുടരുന്നത് പ്രദേശത്തിന്റെ സ്ഥിരതയ്ക്ക് ഭീഷണിയാകും. ഇരുവശത്തുമുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് G7 രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ട്. ഉടനടി സംഘർഷം ലഘൂകരിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. നേരിട്ടുള്ള ചർച്ചകളിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും സമാധാനം സ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷാവസ്ഥ തുടർന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന തങ്ങൾ നയതന്ത്രപരമായ പരിഹാരത്തിന് എല്ലാ പിന്തുണയും അറിയിക്കുന്നതായും G7 രാജ്യങ്ങളുടെ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി സൗദി വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യക്കെതിരെ ആക്രമണം ആരംഭിച്ചെന്ന് ഒടുവിൽ പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുകയാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വ്യാപകമായ ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രിയിലും പാകിസ്ഥാൻ തുടർന്നു. വിജയകരമായി പ്രതിരോധിച്ച ഇന്ത്യ അതിശക്തമായ പ്രത്യാക്രമണവും നടത്തി. പാക് എയർബേസുകൾ ഇന്ത്യൻ വ്യോമശേഷിയുടെ കരുത്തറിഞ്ഞു. ഇസ്ലാമാബാദും കറാച്ചിയും ലാഹോറുമടക്കം 8 പാക് നഗരങ്ങളിൽ ഉഗ്ര സ്ഫോടനങ്ങളുണ്ടായി. രാവിലെയും ആക്രമണം തുടരുകയാണ് പാകിസ്ഥാൻ. ജമ്മുവിലും ശ്രീനഗറിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. വിമാനത്താവളത്തിന് നേരെയും ആക്രമണ ശ്രമങ്ങളുണ്ടായി. കരസേനയുടെ വടക്കൻ കമാൻഡ് ആസ്ഥാനമായ ഉദ്ധംപൂരിൽ മിസൈൽ ആക്രമണമുണ്ടായി. അമൃത്സറിലും രാവിലെ ഡ്രോൺ ആക്രമണം നടന്നു. ജലന്ധറിലും അപായ സൈറണുകൾ മുഴങ്ങി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.